നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ഫഹദ് ഫാസിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രോഗത്തിന് അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പരന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പല ആളുകളും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പല ആളുകളുടെയും തംബ്നെയിൽ കണ്ട് നെട്ടിപ്പോയി എന്നുള്ളതാണ്. നസ്രിയ ചങ്ക് പൊട്ടി തകർന്ന് കരയുന്നു, ഡോക്ടർമാർ കൈവിട്ട് ഫഹദ് ഫാസിലിനെ. എന്തെല്ലാമാണ് കാണുന്നത്. ജസ്റ്റ് ഞാൻ അവിടെ 2-3 സ്ക്രീൻഷോട്ട് ഒന്ന് സൈഡിൽ കൊടുക്കുന്നുണ്ട്, ഓരോരുത്തന്മാരെ കൊടുത്ത്. അതായത് ഫഹദ് ഫാസിൽ വളരെ ഗുരുതരാവസ്ഥയിലാണ് കഴിയുന്നത്. അങ്ങനെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. നസ്രിയ ചങ്ക് തകർന്ന് കരയാണ്, ഡോക്ടർമാർ കൈവിട്ടൊരവസ്ഥയിലാണ് ഫഹദ് ഫാസിലിനെ. എന്താല്ലേ. അപ്പോൾ ഏതായാലും ഫഹദ് ഫാസിലിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്താണ് ഫഹദ് ഫാസിലിന് പറ്റിയിട്ടുള്ളത്, എന്താണ് രോഗം എന്നുള്ളത് ജസ്റ്റ് അത് സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, ഒന്ന് കേട്ട് നോക്ക്. ADHD എന്നൊരു ഡിസോർഡർ ഉണ്ട്. മിസ്റ്റർ സാബിത് ഉമറായിട്ട് ഞാൻ അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഫെസിലിറ്റി ഒക്കെ കാണാൻ വേണ്ടി നടന്നിരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസിയായിട്ട് മാറുമെന്ന് പറഞ്ഞു. 41 വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. അപ്പോൾ ഫഹദ് ഫാസിലിനെ പിടിപെട്ടിട്ടുള്ള രോഗം എന്ന് പറയുന്നത് ADHD ആണ്, അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ ചുരുക്കി പറഞ്ഞാൽ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, നാഡീവ്യൂഹത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട തകരാറാണ് ഈ ADHD എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പരിക്കോ അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ആഘാതമോ അല്ലെങ്കിൽ ജനിതക ഘടകങ്ങളോ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമായിട്ട് ഈ ഒരു അസുഖം ഉണ്ടാവാം. ഇങ്ങനെയാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ADHD എന്ന് പറയുന്ന അസുഖം കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും കാണുന്നുണ്ട്. മുതിർന്നവരിൽ ചിലരിൽ മാത്രമേ കാണുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് കുട്ടികളിലാണ് കണ്ടുവരാറ്, പക്ഷേ മുതിർന്നവരിലും വല്ലപ്പോഴും കാണാറുണ്ട്. പക്ഷെ അങ്ങനെയാണ് ഈ ഒരു ഫഹദ് ഫാസിലിനും ഇത് പെട്ടത്. അപ്പോൾ ഈ ADHD പിടിപെട്ടിട്ടുള്ള കുട്ടികളിൽ വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവരെന്താ പറയുക, ക്ലാസ് ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഒരു വെപ്രാളം പ്രകടിപ്പിക്കുക, അത്തരത്തിലുള്ള ലക്ഷണമാണ് ഒന്നാമതായി പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോഴൊന്നും ശ്രദ്ധ കിട്ടാതിരിക്കുക, ചെറിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ വരെ അസ്വസ്ഥരായിട്ട് മാറുക, എന്താ പറയുക, അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരിക, ദേഷ്യം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരിക. ചെറിയൊരു സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഒരു അസ്വസ്ഥത ഇങ്ങനെ വന്നു തുടങ്ങും. അതൊക്കെയാണ് ഇതിൻ്റെ കുട്ടികളിലുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി മുതിർന്നവരിലുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ ഫഹദ് ഫാസിലിനൊക്കെ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് സമയം ക്രമീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് കൃത്യനിഷ്ഠമായിട്ട് ഒരു കാര്യവും ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ കൃത്യനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്താലുള്ളല്ലോ ഈ എന്താ പറയുക സമയം നമുക്ക് ക്രമീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒന്നും അങ്ങോട്ട് ചെയ്തിട്ട് ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകാത്തൊരവസ്ഥ, അതൊരു പ്രധാന ലക്ഷണമാണ്. പിന്നെ കൂടാതെ അസ്വസ്ഥതനാവുക, ഏതൊരു കാര്യത്തിനും അസ്വസ്ഥത ഇങ്ങനെ പ്രകടിപ്പിക്കുക, വേഗം ബോറടിക്കുക, ഏതൊരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് കൂടുതലായിട്ട് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ബോറടിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ലക്ഷണമായിട്ട് വരുന്നുണ്ട്. പിന്നെ കൂടാതെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്താ പറയുക ഒരാഗ്രഹമില്ലാതിരിക്കുക. അതായത് നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുമല്ലോ. അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു എന്താ പറയുക പുതുതായിട്ടൊന്നും വേണ്ട, അങ്ങനെ പോകുന്ന രീതിക്ക് പോകട്ടെ, അത്തരത്തിലുള്ളൊരു മൈൻഡ്, അതായത് മടി, അത് തന്നെ കാര്യം. പിന്നെ പറയുന്നത് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളാണ്. മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയുള്ള തീരുമാനം, അതും ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണമാണ്. ശ്രദ്ധ ഒന്നിലും കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്താ പറയുക മുഴുവിപ്പിക്കാൻ കഴിയാതെ അങ്ങനെയുള്ള ഒരു അസ്വസ്ഥത ആയിട്ടുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിന് പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബോറടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത്, ഇത് ചെറുപ്പത്തിൽ തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി ഉണ്ട്. പക്ഷേ ആ നേരത്ത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു പക്ഷേ ഫഹദ് ഫാസിലിനൊക്കെ വന്ന പോലെ തന്നെ ഈ ഒരു ഏജിലൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ അപ്പോൾ അതിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. പക്ഷേ തെറാപ്പിയിലൂടെ അതുപോലെ തന്നെ യോഗയിലൂടെയൊക്കെയാണ് ഇത് കാര്യമായിട്ട് മാറ്റിയെടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയോ, ഈ ഒരു ഫഹദ് ഫാസിലിൻ്റെ ഈ തുറന്നു പറച്ചിൽ കൂടുതൽ ആളുകൾക്ക് ഈ രോഗം ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായി മാറി എന്നുള്ളതാണ്. കാരണം ജസ്റ്റ് 2-3 കമൻറ്റുകളോട് കൊടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളുടെയും കമൻറ്റ്, അതായത് അവരുടെ അഭിപ്രായം ഇതാണ്, ഇതെല്ലാവർക്കും ഉണ്ട്. ക്ഷമയില്ലായ്മ, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയില്ലാതെ പുതിയ കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങാനുള്ളൊരു മടി, അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് അസ്വസ്ഥരാവുക, ബോറടിക്കുക, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു രോഗത്തെ പറ്റിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫഹദ് ഫാസിൽ വളരെ ഗുരുതരാവസ്ഥയിലായ ഒരു അവസ്ഥയിലാണ് സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ. അപ്പോൾ ഏതായാലും അത്രത്തോളം ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ഏതായാലും ഫഹദ് ഫാസിലിൻ്റെ ഈ ഒരു രോഗത്തെ പറ്റിയുള്ള ഈ ADHD എന്ന രോഗത്തെ പറ്റിയുള്ള തുറന്നു പറച്ചിലോട് കൂടിയിട്ട് കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടോ, ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.